സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. ഒരു മോർണിംഗ് സെഷനും ഒരു ഈവനിങ് സെഷനും. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈവനിങ് സെഷനാണ്. സ്വാഭാവികമായിട്ടും ഒരു ദിവസം അന്നേ ദിവസം രാവിലെയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈദിൻ്റെ അവധി പ്രമാണിച്ച് ഇന്ന് രാവിലെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നാളെ നോർമൽ മാർക്കറ്റ് ഹോളിഡേ ആണ്. മറ്റന്നാൾ മുതൽ വെള്ളിയാഴ്ച മുതൽ കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരവും ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ഏതുമാകട്ടെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ അതിന് മറുപടി നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ന് നോർമലി ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും ട്രേഡ് ഉണ്ടായിരുന്നില്ല, കാരണം ഇന്ന് ഞങ്ങൾ ഹോളിഡേ ആയിരുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഈദ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹോളിഡേ അനൗൺസ് ചെയ്തത് നാളെ ആണെങ്കിലും ഇന്ന് എല്ലാവരും ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ വേൾഡ് റെക്കോർഡിലാണ് നിഫ്റ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈന, ജപ്പാൻ, കൊറിയ ഇൻഡൈസസിനെയൊക്കെ മറികടന്നിട്ട് അതിനേക്കാൾ മുന്നിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ ഗ്രോത്തും ടോട്ടൽ ക്യാപിറ്റൽ, അതായത് സൈസും മുന്നേറി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നിഫ്റ്റി കഴിഞ്ഞ 365 ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു 12 മാസത്തെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 27% ഗ്രോത്താണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. സൂപ്പറാണ്. വേറെ എവിടെയും കിട്ടാത്ത അത്രയും നല്ലത്. ഗോൾഡ് ബീസ്, നിഫ്റ്റി ബീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരോടും പറയുന്നതാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് SIP ആയിട്ട് നിഫ്റ്റി ബീസിൽ ഡെയിലി ഒരെണ്ണം വെച്ച് വാങ്ങിക്കുക. ആഴ്ചയിൽ 5 ട്രേഡിംഗ് ഡേയ്സ് ആണ് മാക്സിമം കിട്ടുക. അപ്പോൾ 5 എണ്ണം നിങ്ങൾക്ക് ഉണ്ടാവും ആഴ്ചയിൽ. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തവർക്ക് 27%, അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ബീസിൽ ഇപ്പോൾ അത് 1,27,000 രൂപയായിട്ടുണ്ടാവുമായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ SIP. 5 വർഷമാണ് ഏറ്റവും മിനിമം കാലാവധി എന്ന് പറയുന്നത്. 5 വർഷമാണ്. സോ ആ ഒരു ടൈം പീരീഡ് പ്രതീക്ഷിച്ച് ഏതൊരാളും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. ഡെയിലി 230 രൂപ 240 ഒക്കെ താഴെയുള്ളൂ പ്രൈസ്. ഒരെണ്ണം വെച്ച് ഡെയിലി വാങ്ങിക്കുക. ചില ബ്രോക്കേഴ്സ് ഇത് വാങ്ങുന്നതിന് കാശ്, അതായത് ബ്രോക്കറേജ് ഈടാക്കുന്നുണ്ട്. പക്ഷേ സരോദ പോലെയുള്ള കമ്പനികൾ ഈടാക്കുന്നില്ല. അതായത് ഡെലിവറിക്ക് ബ്രോക്കറേജ് ഇല്ലാത്ത ബ്രോക്കർ ഏതാണോ അവരുടെ അടുത്ത് നിങ്ങളിത് ഡെയിലി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ട. ഒരു സാലറിയുടെ ആളായാലും അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യുന്നവരായാലും ഒരു ദിവസം 200-250 രൂപ സ്പെയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇതൊരു ലോട്ടറി ആയിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഒരു 2 വർഷമൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്ത് വേസ്റ്റ് സിറ്റുവേഷൻ മാർക്കറ്റ് എത്തിയാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗ്രീനിൽ തന്നെ ആയിരിക്കും. അതാണ് SIPയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്ന് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഓൾറൈറ്റ്. നിഫ്റ്റി അതേപോലെ ബാങ്ക് നിഫ്റ്റി, ഇത് രണ്ടും ഇന്നൊരു സൂപ്പർ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റി 22,775 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെൻസെക്സിൽ മാറിയിട്ടില്ല. ഇന്നലത്തത് 124. ബാങ്ക് നിഫ്റ്റി ഇന്ന് 49,000 ആദ്യമായിട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ്. 49,057 മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. എന്താ പറയുക, ബാങ്കിങ് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ ഇതേപോലെ പറപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. Q4 റിസൾട്ട്, അതായത് 2023-24 സാമ്പത്തിക വർഷത്തെ അവസാനത്തെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ്. മാർച്ച് 31 തീർന്ന ആ ക്വാർട്ടറിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസൾട്ട് ഓരോന്നും വരുന്നതിനനുസരിച്ച് മാർക്കറ്റ് പറന്നു പോവാണ്. സോ ഈ ഒരു അത്രയും നല്ല ഒരു ബൂമിങ് ഉണ്ടാകുന്ന സമയത്ത് ഈ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിങ്ങളും പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അറ്റ്ലീസ്റ്റ് 100 രൂപയുടെ സ്റ്റോക്കെങ്കിലും വാങ്ങിച്ചിട്ടിട്ട് ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം നിഫ്റ്റിയുടെ അന്നത്തെ ബൂമിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ അതിനായിട്ട് മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. ICIC പ്രൂലി അവർക്ക് ഒരു GST ഡിമാൻഡ് നോട്ടീസ് കിട്ടി. അതായത് GST അടക്കാത്തതുകൊണ്ട് 2019 ഫിനാൻഷ്യൽ ഇയറിൽ പെൻഡിങ് ഉള്ളതാണ്. 20 കോടി രൂപ അടക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ടെസ്ലയുടെ ഉടമസ്ഥൻ ഇലോൺ മസ്ക് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിയായിട്ട് ഈ മാസം മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യയിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ടെസ്ല ഇന്ത്യയിൽ വരികയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും. കാര്യം ഇന്നോവേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓട്ടോമേഷൻ്റെ കാര്യത്തിൽ അവരാണ് ഇന്നുള്ളതിൽ ബെസ്റ്റ്. പ്രാക്ടിക്കലി ചെയ്തത് ഓൺ റോഡായാലും ഏത് സ്പേസിലേക്കുള്ള കാര്യങ്ങളിലായാലും ഒരു അത്രയധികം മുന്നേറുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭയങ്കര മുന്നേറ്റം തന്നെ ആയിരിക്കും. വോഡാഫോൺ ഐഡിയ
വീണ്ടും അവർ 20,000 കോടി രൂപ മാർക്കറ്റിൽ നിന്നും കളക്ട് ചെയ്യാൻ ഒരു കടത്തിൽ, അത്രയും വലിയ കടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 20,000 കോടി രൂപയുടെ FPO ആണ് ഇപ്രാവശ്യം അവർ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നത്. മാരുതി അവരുടെ എന്താ പറയുക ഡിസയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കാറുകളുടെ പ്രൈസ് 20,000 മുതൽ 30,000 രൂപ വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചാണ് ഈ പ്രൈസ് ഹൈപ്പ് എന്ന് തോന്നുന്നു. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു വിശേഷങ്ങളായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് കറൻ്റ്ലി 9 പോയിന്റ് റെഡിലാണ്, S&P 500 7 പോയിന്റ് ഗ്രീനിലാണ്, നെസ്ഡാക്ക് 52 പോയിന്റ് ഗ്രീനിലാണ്. അതായത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ FTSE 15 പോയിന്റ് ഗ്രീനിലാണ്, CAC 19 പോയിന്റ് റെഡിലാണ്, DAX 28 പോയിന്റ് റെഡിലാണ്. അതായത് അതും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മുടെ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 107 പോയിന്റ് റെഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടത്. 22,693 കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. നിക്കിയും അതേപോലെ 191 പോയിന്റ് റെഡിലാണ്. ചൈനയുടെ ഹാങ്സങ് 311 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണോ എന്ന കാര്യത്തിൽ തീരുമാനമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 77 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 102 പോയിന്റിന്റെ അഥവാ 0.45% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടി. ഇന്ന് ഓപ്പണായി 22,720 നിന്ന് 33 പോയിന്റ് ലാഭത്തിൽ 22,754 ഇന്ന് ക്ലോസ് ചെയ്തത്. ദെൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലോസിങ്ങിന്റെ കാര്യത്തിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. നിഫ്റ്റി ബുള്ളിഷാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 24 ഇന്ന് ലാഭത്തിലാണ് അവസാനിച്ചത്, 26 നഷ്ടത്തിൽ അവസാനിച്ചു. കോൾ ഇന്ത്യ, BPCL, UPL, ഹിന്ദാൽകോ ഈ 4 കമ്പനികളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോയത്. അതേസമയത്ത് HDFC ലൈഫ്, സിപ്ല, മാരുതി, DVS ലാബ് ഇത്രയും കമ്പനികൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 299 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസം അതേ രീതിയിൽ തന്നെയാണ് 299 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 2.2% ഒരു താഴോട്ട് വരികയാണ് ചെയ്തത്. ഇന്നത്തെ ക്ലോസിംഗ് 11.11 നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല. CPR വിർജിൻ CPR ആണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 48,880 ഓപ്പൺ ആയിട്ട് 107 പോയിന്റ് ലാഭത്തിൽ 48,987 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,749 ഓപ്പൺ ആയിട്ട് 30 പോയിന്റ് നഷ്ടത്തിൽ 21,718 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,954 ഓപ്പൺ ആയിട്ട് 84 പോയിന്റ് ലാഭത്തോടു കൂടി 75,038 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് നിഫ്റ്റി 10,904 ഓപ്പൺ ആയിട്ട് 75 പോയിന്റ് ലാഭത്തോടുകൂടി 10,979 ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഫിൻ നിഫ്റ്റി ഒഴികെ ബാക്കി എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $85.85 ഇന്നത്തെ റേറ്റ്. ഗോൾഡിന്റെ റേറ്റും ഇന്നലത്തേതിൽ നിന്നും താഴെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. $2,348 ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ്. USD INR റേറ്റ് ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 83 രൂപ 19 പൈസയാണ് ഇന്നത്തെ ഒരു ഡോളറിന്റെ വിനിമയ നിരക്ക്. ഫോറിൻ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,344 കോടിയുടെ ബൈങ്ങും 10,566 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 2,778 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,342 കോടിയുടെ ബൈയിങ്ങും 12,179 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 163 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 2,941 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇരുകൂട്ടരും കൂടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,335 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,891 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. ടോട്ടൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 3,555 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ്, അതായത് മാർക്കറ്റിലേക്ക് പണം വരികയാണ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.8% ഹയസ്റ്റ് പ്രോഫിറ്റ് സെക്ടറൽ വൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫാർമ എന്നിവ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs ഇന്ന് 0.35 മാത്രം ഒരു പ്രോഫിറ്റിലാണ്, ഹയസ്റ്റ് പ്രോഫിറ്റ് അതാണ്. ഫാർമ ബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി മേജർ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് ഇന്ന് 6.86% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് HDFC ലൈഫ്
2.04% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, വേദാന്ത ലിമിറ്റഡ് ഇന്നലെയും നല്ല പ്രോഫിറ്റ് ആയിരുന്നു രേഖപ്പെടുത്തി. ഇന്നലെ 4 ആയിരുന്നു, ഇന്ന് 6.86 വന്നിട്ടുണ്ട്. എന്തോ ഒരു നല്ല ന്യൂസ് അതിന് ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കത് ഞാനത് ചെക്ക് ചെയ്യാം. വേദാന്ത ലിമിറ്റഡ്, ഹിന്ദ് പെട്രോ, കോൺകർ, കോൾ ഇന്ത്യ, BPCL, ട്രെൻറ്റ്, UPL, ഭാരത് ഫോർജ്, IDFC ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കുമിൻസ് ഇന്ത്യ, ഇത്രയും സ്റ്റോക്കുകൾ, അതായത് സ്റ്റോക്കിംഗ് സെക്ടറുകൾ നല്ല രീതിയിൽ കുതിച്ചു കയറിയപ്പോൾ HDFC ലൈഫ്, ഓറ ഫാർമ, സിപ്ല, മുത്തൂറ്റ് ഫിനാൻസ്, മാരുതി, ഡിവിസ് ലാബ്, ചോല ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ശ്രീറാം ഫിനാൻസ്, ICICI, GI, SBI ലൈഫ്, HDFC ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1176 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1014 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ PCR 1.22, അതായത് ക്ലിയർലി ബുള്ളിഷ് മോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 22,754 മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 50 പോയിന്റ് മുകളിലായിട്ട് 22,804 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 23,200 69 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,700 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത്. 33 ലക്ഷം മാത്രമേ ഉള്ളൂ. അതായത് മുകളിൽ കോൾ സൈഡ് റൈറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും എന്നൊരു ചിന്താഗതിയാണ്. ചിലപ്പോൾ 23,000 നിന്നും മാർക്കറ്റ് റിജക്ഷൻ ഉണ്ടാകും എന്നൊരു ചിന്തയായിരിക്കാം ഓപ്ഷൻ സെല്ലേഴ്സിന് 23,200 നല്ല റൈറ്റിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സെൽ ഓഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.22 ആണ്. ക്ലിയർലി ബുള്ളിഷ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ക്ലിയർ ബുള്ളിഷ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. 48,987 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 12 പോയിന്റ് വ്യത്യാസത്തിൽ 48,975 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 49,000 17 ലക്ഷവും 49,000 13 ലക്ഷം. അറ്റ് ദ മണി അതിൽ കോള് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പുട്ട് റൈറ്റിംഗ് കുറവാണ് അറ്റ് ദ മണിയിൽ. സോ ഇവിടുന്ന് തള്ളി താഴെയിടാനാണോ പരിപാടി? 49,000 ടച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു പുൾ ബാക്ക് എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ, നാളെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോർമലി ഹോളിഡേ ആണ്. ഇരായ ലൈഫ് സ്പേസ് എന്നുള്ള കമ്പനിയുടെ റിസൾട്ട് നാളെയാണ് വരുന്നത്. പിന്നെ ഫ്രൈഡേസിൽ TCS, ആനന്ദരതി വെൽത്ത്, മിൽഗ്രേ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇത്രയും സ്റ്റോക്കുകൾ വെള്ളിയാഴ്ചയാണ് വരുന്നത്. ശനിയാഴ്ച കളർ ചിപ്സ് ന്യൂ മീഡിയ ലിമിറ്റഡ് ശനിയാഴ്ച റിസൾട്ട് വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത്രയും ഞാൻ വായിച്ചത് കാരണം ഇനി വെള്ളിയാഴ്ച ആയിരിക്കും നമുക്ക് അടുത്തൊരു റിപ്പോർട്ട് ഉണ്ടാവുക, വ്യാഴാഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഗ്ലോബൽ ഈവൻസ് നാളെ 11-ാം തീയതി വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ചൈന ഇൻഫ്ലേഷൻ റേറ്റ്, ചൈന PPI, ചൈന ന്യൂ യുവാൻ ലോൺസ്, വേൾഡ് വൈഡ് ഈദ് ഹോളിഡേയ്സ് നാളെയാണ്. ഓസ്ട്രേലിയ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ്, ജപ്പാൻ 20-year JGB ഓപ്ഷൻ, ഇത്രയും ഈവന്റുകളാണ് നാളെ വരാനുള്ളത്. ഈദ് പ്രമാണിച്ച് ഞങ്ങൾക്ക് ഇന്ന് ട്രേഡിംഗ് ഹോളിഡേ ആയിരുന്നു. സോ ഞങ്ങൾക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന്റെ റിസൾട്ട് ഒന്നും തന്നെ കാണിക്കാനില്ല. നമുക്ക് റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കണം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പണിംഗ് വന്നിടത്ത് നിന്നും നല്ല രീതിയിൽ ഒരു വിക്ക് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു ഫ്രീ ട്രേഡ് പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ താഴോട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് കയറി വരികയാണ് ചെയ്തത്. എന്തായാലും നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയ ഉടനെ തിരിച്ചു കയറി. പിന്നീട് ആ മാർക്കറ്റ് പോയത് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. 49,019 ആയിരുന്നു ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ച് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. 49,056 ലെവലിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. സോ 49,057 വരെ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് റിജക്ഷൻ വന്നു. പക്ഷേ ലാസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ശ്രദ്ധിക്കണം, നെഗറ്റീവ് മൂവ്മെന്റ് ആണ് തന്നത്. നല്ല രീതിയിലുള്ള നെഗറ്റീവ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് PCR നോക്കുമ്പോൾ കോൾ സൈഡിൽ കൂടുതൽ റൈറ്റിംഗ് കണ്ടിട്ടുണ്ട്. 49,000 മുകളിൽ നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. 49,000 നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. സോ നോക്കാം എങ്ങനെയാണ് വരുന്നത്. 49,000 താഴെയാണ് ഇപ്പോൾ ക്ലോസിംഗ് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പുൾ ബാക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. ഒരു ലെവൽ 1 to level 2 എന്നുള്ള രീതിയിൽ ഒരു മൂവ്മെന്റ് അത്യാവശ്യം പ്രോഫിറ്റിലായിട്ടുണ്ടാവും. അതേപോലെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മോർണിംഗിൽ ഓപ്പൺ ആയിട്ട് ഒന്ന് കൺസൾട്ടേഷൻ പോയി ബ്രേക്ക്ഔട്ട് ലൈനിലൊക്കെ കട്ട് ചെയ്ത് സെന്റർ CPR സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പതുക്കെ മുകളിലോട്ട് കയറി. അതിൽ കൃത്യമായിട്ട് എല്ലാവർക്കും 2 ലെവൽ വരെയുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇവിടെ ഹൈ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു എത്ര ആക്യുറേറ്റ് ആണെന്നുള്ള, വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇന്ന് ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന ആ യെല്ലോ ലൈനിൽ കറക്റ്റ് വന്നിട്ട് ഒരു വിക്ക് ടച്ച് ചെയ്തു. 22,777 വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി അങ്ങ് പോയി.
സോ ഇതിലും ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ക്യാൻഡിൽ റെഡ് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഒരു പുൾ ബാക്ക്, ഒരു പിൻവലിയലിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇനി നിഫ്റ്റിയുടെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ച് കുറേ നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് കയറിയിട്ടില്ല. അവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. 22,875 ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റി ടച്ച് ചെയ്യേണ്ട ഒരു ടാർഗറ്റ്. അതിൽ വന്നിട്ട് 22,864 75 ഇടയിലുള്ള ഒരു സോണിൽ വരണം മാർക്കറ്റ്. അവിടെ വന്നിട്ടായിരിക്കും പിന്നീട് തീരുമാനിക്കുക ബുള്ളിഷ് ആകണോ ബെയറിഷ് ആകണോ എന്നൊക്കെ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും തോന്നുന്നു. ഒരു വിക്കോ എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് ചിലപ്പോൾ തിരിച്ചിറങ്ങി പോയേക്കാം. എനിക്ക് തോന്നുന്നു ഈ മാസം അത്ര തന്നെ പോവുള്ളൂ. അതിന് മുകളിലോട്ട് റാസ് ലെവൽസിൽ ഒരു ലെവൽ കൂടിയുണ്ട്. 23,207 ഉണ്ട്. സോ നമ്മൾ PCR നോക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 23,200 സോ ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് 23,200 ആണ് എന്ന് തോന്നുന്നു. നമുക്ക് 23,207 വരെ ഉണ്ട്. സോ ഓപ്ഷൻ സെല്ലേഴ്സിന് അത് എന്താ പറയുക, 23,200 സെല്ല് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ എത്തിയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സേഫ് ആയിരിക്കും. കാരണം അതിനേക്കാളും നല്ല പ്രൈസിലായിരിക്കും അവർ സെല്ല് ചെയ്തിട്ടുണ്ടാവും. സോ എക്സ്പയറി അവിടെ നിന്ന് ഈ 23,200 ടച്ച് ചെയ്തിട്ട് ഒറ്റയടിക്ക് താഴോട്ട് വരും എന്നാണ്. അതിൻ്റെ മുകളിലോട്ട് 23,200 മുകളിലോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മളെ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് 22,875 വെച്ചിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും എന്നാണ്. നോക്കാം, മാക്സിമം പോയാൽ 23,200 അത്രയും തന്നെ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. അതിനുള്ള ഉത്തരം മാർക്കറ്റ് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ മുൻകൂട്ടി എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഇവിടെ അപ്പോഴത്തേനും എലക്ഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ പൊട്ടത്തരം എന്ന് പറഞ്ഞിട്ടോ. എലക്ഷൻ്റെ സമയത്ത് മാർക്കറ്റ് എങ്ങോട്ടൊക്കെ പോകും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എക്സിറ്റ് പോൾ, ആൾക്കാരുടെ വോട്ടിങ് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ സംസാരം, ചർച്ചകൾ, ഇതൊക്കെ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കും. അവർ തീരുമാനങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കാരണം ഗവൺമെൻറ്, ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് തുടർച്ച കിട്ടുമോ, പുതിയ ഗവൺമെൻറ് വരുമോ എന്നൊക്കെയുള്ളത് വലിയൊരു പ്രശ്നങ്ങളായിരിക്കും. സോ ബിസിനസ്സിലെല്ലാം തന്നെ രാഷ്ട്രീയമായ ഒരു സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ് സൈഡിലും ഓഫീസേഴ്സിൻ്റെ സൈഡിലും അതോറിറ്റിയുടെ സൈഡിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ. അത് തന്നെയാണ്. സോ ഇവിടെ സെൻസെക്സ് ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട 75,300 298 നമ്മുടെ ടാർഗറ്റ്. സോ എനിക്ക് തോന്നുന്നു ഫ്രൈഡേയിലുള്ള എക്സ്പയറി ദിവസം കറക്റ്റായിട്ട് 75,298 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങും തോന്നുന്നു. റാസ് ലെവൽസ് അതിൻ്റെ മുകളിലില്ല, റാസ് ലെവൽസ് തീർന്നിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇതായിരിക്കും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് തോന്നുന്നു. 75,300. മിഡ് ക്യാപ്പ് വീണ്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബ്രേക്കൗട്ട് ആവുന്നുണ്ട്. ബ്രേക്കൗട്ട് ആവണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഹൈ കട്ട് ചെയ്യണം. 11,029 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറണം. എന്തായാലും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഇന്ന് പ്രതീക്ഷിച്ച, അതായത് ഈ മാസം പ്രതീക്ഷിച്ചത് 10,806 ഇന്ന് ഈ മാസത്തെ ടാർഗറ്റ് പ്രതീക്ഷിച്ചിരുന്നത്. അതെന്തായാലും അതൊക്കെ കട്ട് ചെയ്ത് കയറി പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഹൈ ഉള്ളത് 11,029. ഇനിയിപ്പോൾ അതാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റാണ് ഒരു ഓൾ ടൈം ഹൈ 11,392. അതായിരിക്കും ഈ മാസം മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ അച്ചീവ് ചെയ്യുക. കാരണം ഇപ്പോഴുള്ള ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് ഇന്ന് 10-ാം തീയതി കഴിഞ്ഞ് 12 ഇനി ഒരു ട്രേഡിംഗ് ഡേ നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞ് 15-ാം തീയതി ആയിരിക്കും നമുക്ക് 14 സാറ്റർഡേ സൺഡേ പോവും. 15 കഴിഞ്ഞാൽ 10 ദിവസമായിരിക്കും മാക്സിമം നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടുക. 10 ദിവസം കൊണ്ട് എത്രത്തോളം കയറും എന്നുള്ളത് നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങൾ. നമ്മൾ മുൻകൂട്ടി ഒരുപാട് കണക്കൂട്ടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ദെൻ ഇവിടെ ഫിനാൻസ് സെക്ടറിൽ വരികയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് എത്ര വരെ പോകും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിനനുസരിച്ച് അത് കയറിപ്പോട്ടെ. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 49,000 കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതും കൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇനി ഒരുപാട് മുകളിലോട്ട് പോകും എന്നുള്ളത്. ചിലപ്പോൾ ഇത് സൈഡ് വൈസ് ആയിട്ട് കുറച്ച് ദിവസം നിന്ന് നിഫ്റ്റിയുടെ കൂടെ ഇലക്ഷൻ ആകുമ്പോഴത്തേനും താഴോട്ട് ഇറങ്ങാനായിരിക്കും പ്ലാൻ. നിഫ്റ്റിയും സെൻസെക്സും അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇനി 2-3 ദിവസം ഉണ്ടായാൽ അത് അങ്ങോട്ട് നടക്കും. സോ അതായിരിക്കും ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ബാങ്ക് എക്സിലും അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ബാങ്ക് എക്സ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ട് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളത് ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഫിൻ നിഫ്റ്റിയും അതേ രീതിയിൽ, ഫിൻ നിഫ്റ്റി മാർക്കറ്റ് മുകളിൽ, അതായത് ഇങ്ങനെയുള്ള റെഡ് ക്യാൻഡിൽസ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് റെഡ് ക്യാൻഡിൽ വരുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, റെഡ് ക്യാൻഡിൽ അതായത് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് ആണ്, അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ്. അത് മോസ്റ്റ് പ്രോബ്ലി റീറ്റെയിലേഴ്സ് ആയിരിക്കും. പക്ഷേ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ തീരുമാനിക്കുന്നത് FPO അല്ലെങ്കിൽ എന്താ പറയുക ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ്, വലിയ കാശുള്ള ട്രേഡേഴ്സ്. അവർക്ക് ലൈവ് മാർക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളും ബൾക്ക് ഡീലൊക്കെ ചെയ്തിട്ട് അവർ ഒന്നിച്ച് ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുമ്പോഴാണ്, പ്രീ മാർക്കറ്റ് സെഷനിൽ എടുക്കുമ്പോഴോ വിൽക്കുമ്പോഴോ ആണ് ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. സോ
അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഗ്രഹിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്ന്. സോ അവർ ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കി മാർക്കറ്റിനെ പൊക്കി നിർത്തുന്നു. റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് പീക്കിലാണുള്ളത്, താഴോട്ട് കൊണ്ടുവരണം. അവർ പരമാവധി പരിശ്രമിച്ചാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തതിൻ്റെ 1/4 അവർക്ക് വലിച്ച് താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ മാർക്കറ്റ് അവസാനിക്കും. പിറ്റേ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് ഹ്യൂജ് ആയിട്ട് ബൈ ചെയ്യും, മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോയി ഓപ്പൺ ചെയ്യും, നമ്മൾ വലിച്ച് കുറേയൊക്കെ താഴോട്ട് കൊണ്ടുവരും. പിറ്റേ ദിവസം ഇത് തന്നെ കുറേ മുകളിൽ കൊണ്ടുപോയി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പൺ ചെയ്യും, നമ്മൾ വലിച്ച് താഴോട്ട് കൊണ്ടുവരും. ഇങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് എത്തുമ്പോൾ അവർ ഒറ്റയടിക്ക് കംപ്ലീറ്റ്ലി സെൽ ഓഫ് ചെയ്യും. നമ്മളിവിടെ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 1-2 ദിവസം ഇങ്ങനെ കാണുമ്പോൾ അയ്യോ നമ്മൾ റീറ്റെയിലേഴ്സ് അത് ചിന്തിച്ചിട്ടൊന്നും മാർക്കറ്റ് താഴോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ ബുള്ളിഷായിട്ട് പോകാം, ഇനി മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ ഇവിടെ വന്നിട്ട് എല്ലാവരും ലോങ് ബിൽഡപ്പ് നടത്തും. അതായത് സ്റ്റോക്കൊക്കെ വാങ്ങിച്ച് നിഫ്റ്റിയെ പൊക്കിക്കൊണ്ടുപോകും. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ടാവും. അവിടെ എത്തുമ്പോൾ നമ്മൾ ബുള്ളിഷായി അവരുടെ പാതയിൽ തന്നെ റീറ്റെയിലേഴ്സും കയറി എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിൽ അവർക്ക് വലിയ അധ്വാനമില്ലാതെ പ്രോഫിറ്റിലെത്താൻ പറ്റും. അവരുടെ ടാർഗറ്റ് എത്തുമ്പോൾ അവർ ഹ്യൂജായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇങ്ങനെ പൊക്കി കൊണ്ടുപോയ മാർക്കറ്റ് കിട്ടിങ്ങി ഒത്തി ഒറ്റ വരവ് താഴോട്ട് വരും. അന്ന് റീറ്റെയിലേഴ്സിനെല്ലാം നല്ല ഹ്യൂജ് ലോസ് ഉണ്ടാവും. ഫൈനലി പറഞ്ഞു വരുന്നത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ള കാശ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിച്ചിട്ട് റീറ്റെയിലേഴ്സിൻ്റെ കാശ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈക്കലാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ അനുസരിച്ച് നോക്കുക എത്ര ദിവസം ഇങ്ങനെ റെഡ് ക്യാൻഡിൽ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസും കഠിനമായ പ്രയത്നം തന്നെയാണ് ഇങ്ങനെ പൊക്കി നിർത്തുക എന്നുള്ളത്. റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അവരുടെ മൈൻഡ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളും ബുള്ളിഷായി കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് കത്തിക്കയറും. ഇതേപോലെയുള്ള ക്യാൻഡിലുകൾ വരും കണ്ടോ. ഇത് റീറ്റെയിലേഴ്സ് ഇവിടെ സപ്പോർട്ടിന് കൂടെ കട്ടക്ക് നിന്നുകൊണ്ടാണ് ഇങ്ങനെ കയറിപ്പോയത്. സോ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. സോ കെയർഫുള്ളായിട്ട് ഇവിടെ ട്രേഡ് ചെയ്യുക. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓവർനൈറ്റ് ഹോൾഡിംഗ് ഉണ്ടെങ്കിലാണ് ചിലപ്പം തേഞ്ഞൊട്ടി പോവുക. എന്നാൽ കഴിഞ്ഞ വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ, ഇന്ന് രാവിലെ ഞാൻ പ്രീ മാർക്കറ്റ് സെഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇന്നലത്തെ വീഡിയോ ഏത് ഡേറ്റ് 9-ാം തീയതിയത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് 781 പേര് മാത്രമാണ്. ഇതൊന്നും പോരാട്ടോ, നമ്മൾ 10,000-കണക്കിന് ആൾക്കാരായി ഇവിടെ. ആരും തന്നെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെയായിട്ട് 9,430 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ എന്താണോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യം കുറയുന്ന ഒരു സംഭവം എന്താണോ അതൊന്ന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന് വേണ്ട എല്ലാ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നതായിരിക്കും. ഇവിടെ ഗ്രാൻഡ് കൊച്ചിൻ പറഞ്ഞ തോൽവികളെ ന്യായീകരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയും വിജയിക്കണമെന്ന് നമ്മുടെ ഉറച്ച തീരുമാനം മാത്രമാണത്. ഈദാശംസകൾ. അടിപൊളി അടിപൊളി. എന്തായാലും ഈ വാക്കുകൾ ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള റൈറ്റിങ്സ് ആണ്. താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് കൊച്ചിൻ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കിഷോർ കുമാർ, എക്സലന്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലന്റ് പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച് ബ്രദർ. റിജു ആന്റണി, ഗുഡ് ഈവനിങ്. താങ്ക് യു വെരി മച്ച്. മഹീസ് ട്രാവൽ വ്ളോഗ്സ്, സർ ഇത്രയും ന്യൂസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? റിയലി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിലെ ന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, ഇന്ത്യൻ കോർപ്പറേറ്റ് ന്യൂസ് ടുഡേ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ്. ഇങ്ങനെ കുറേ ടാബുകൾ ഓപ്പൺ ആക്കിയിട്ട് പല രീതിയിലും ഇന്ത്യൻ അടിക്കണം, അതിൻ്റെ കൂടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആഡ് ചെയ്യുക. ദെൻ അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്യുക. ന്യൂസാണ് നമുക്ക് വേണ്ടത്, ന്യൂസ്, ഹൈലൈറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ, അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് എന്നൊക്കെ കൊടുക്കുക. എന്നിട്ട് ദിവസം നമുക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞ വർഷത്തൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, അപ്പോൾ ടുഡേ എന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 വാക്കുകൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ടാബ് ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ അടുത്ത് എഫേർട്ടാണ് ഈ ന്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം റിലവൻ്റ് ആയിരിക്കണം, പൊളിറ്റിക്സ് ആയി പോകരുത്, അതിനകത്ത് കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാവരുത്, അതായത് വിവാദങ്ങളൊന്നും ഉണ്ടാവരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വിവാദങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സൈഡ് പക്ഷപാതം പിടിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്നെ കേൾക്കുന്നവരിൽ എല്ലാ വിഭാഗം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ ഒരു കൂട്ടം ആൾക്കാരെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിൽ ഒന്നും അവതരിപ്പിക്കരുതെന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സീരിയസ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊന്നും നോക്കാതെ അവതരിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്.
മറ്റ് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറേ കാര്യം ചവർ എന്ന് പറയുന്നത് ചവർ വാർത്തകൾ ഒരുപാടുണ്ടാവും. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊക്കെ ചവറാണോ നല്ലതാണോ എന്ന് അറിയാം. നമ്മളത് ഇരുന്ന് വായിച്ചാലേ പറ്റുള്ളൂ. സോ അതെല്ലാം ഇരുന്ന് വായിച്ചിട്ടാണ് രാവിലെയും വൈകുന്നേരം. രാവിലെ ഞാൻ 5:30 സ്റ്റാർട്ട് ചെയ്താലാണ് 7 o'clock റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സജിത് തമ്പുരു താങ്ക് യു വെരി മച്ച്. ജിതിൻ ജെയിൻ താങ്ക് യു വെരി മച്ച്. സരിക സത്യൻ താങ്ക് യു വെരി മച്ച്. റംഷാദ് റംഷു ഈദ് മുബാറക് താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച്. ഷാജൻ പി ഈദ് മുബാറക് താങ്ക് യു വെരി മച്ച്. സാബിത് റഫീഖ് ഈദ് മുബാറക് താങ്ക് യു വെരി മച്ച്. റസീന മുജീബ് ഈദ് മുബാറക് താങ്ക് യു വെരി മച്ച്. മുത്തു യാമാമ ഈദ് മുബാറക് ഹാപ്പി ഹൈർ മുബാറക്. ഓക്കെ. ബൈച്ചു ജോസ്, ഇത് ഗൾഫിലുള്ളവർ മാത്രം പറയുന്ന ഒരു വാക്കാണ്. ഈദ് മുബാറക്കിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഹൈർ മുബാറക് എന്ന് പറയുന്നത്. ബൈജു ജോസഫ് നിഫ്റ്റി ഡെയിലി പ്രിഡിക്ഷൻ ഒന്ന് പറയണം. നിഫ്റ്റി ഡെയിലി പ്രിഡിക്ഷൻ എന്ന്, അതായത് മോർണിംഗ് സെക്ഷനിലായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ രജിത് ചന്ദ്രൻ ഗ്രേറ്റ് എഫേർട്ട്, വൺ ഡൗട്ട്, ഇഫ് വി ഹോൾഡ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ടിൽ എക്സ്പയറി വാട്ട് വിൽ ഹാപ്പൻ? നിഫ്റ്റി എക്സ്പയറി വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആകും. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻട്രി എടുത്തത് മുതലേ എങ്ങോട്ട് പോയിരിക്കുന്നു എന്നതിനനുസരിച്ചാണ്. ആകെയുള്ളത് ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ മെൽറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഹമ്മദ് അലി നാളെ മാർക്കറ്റ് ഉണ്ട്, വ്യാഴാഴ്ച അവധിയാണ്. ഓക്കെ, വ്യാഴാഴ്ച അവധിയാണ്. ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ട്രേഡ് ചെയ്തില്ല. റംഷാദ് റംഷു നാളെ മാർക്കറ്റ് ഉണ്ടോ? നാളെയും ഉദ്ദേശിച്ചത് ഇന്നാണ്, ബുധനാഴ്ച. ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഫിറോസ് ഭായി നാളെ ട്രേഡിംഗ് ഉണ്ട്. പേഴ്സണലി ഐ വോണ്ട് ടേക്ക് ട്രേഡ്, സി യു ഫ്രൈഡേ ഗൈസ്. ഫാമിലി കൂടെ ഈദ് എൻജോയ്മെൻറ്റ്. റിയലി നമുക്കതും ആവശ്യമാണ്. ട്രേഡിംഗ് മാത്രമല്ല ജീവിതം. ഇങ്ങനെയുള്ള എല്ലാ ഇതിനകത്തും റിലീജിയസ് ആയാലും ഫാമിലി വൈസ് ആയാലും അല്ലെങ്കിൽ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ കൂടിയാണ് ഇത് നടത്തേണ്ടത്. ഏത് ഒരു ഫാമിലിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മളൊക്കെ കൂടി നല്ല കാര്യങ്ങൾ ചെയ്താലേ അവിടെ ഫാമിലിയിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീരാംദാസ് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി 50 എക്സ്പയറി ഡേ വീക്ക്ലി. ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി 50 എക്സ്പയറി ഡേ വീക്ക്ലി. സോ നിഫ്റ്റി 50 വിൽ ഓപ്പൺ ടുമാറോ 22,700 and will down to 22,650. Then it will play premium decay 22,670, 690 till 2 p.m. Then it will move drastically, quick moves in 1 minute both sides. This is what I expect. എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടല്ലോ ഇന്ന്. ശ്രീരാംദാസ് അദ്ദേഹം പറഞ്ഞത് ഓൾമോസ്റ്റ് ആ 700 അബോവ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് കറക്റ്റ് ആ ട്രാക്ക് മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. അരുൺ SB ഈദ് മുബാറക് താങ്ക് യു ബ്രദർ. ആൻഡ് അംസു നാലകത്ത്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നാലകത്ത്, തൃശ്ശൂർ ഗുരുവായൂരുള്ളത്. അംസു നാലകത്ത് ഈദ് മുബാറക്. വെരി ഈദ് മുബാറക് ടു യു ടു ബ്രദർ. അപ്പോൾ ഇത്രയും കമൻറ്റാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ചോദ്യം, ഇത് എന്താ പറയുക, കൺഗ്രാറ്റ്സും ഗ്രീറ്റിങ്സും ഗുഡ് ഡേ എന്നൊക്കെ പറയുന്നത് ഒരു അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് അത് വേണ്ട എന്നല്ല, അത് വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴാണ് ഈ വീഡിയോന് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുക. കൂടുതൽ ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഹായ് എന്നെങ്കിലും ടൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് കൂടുതൽ റെസ്പോൺസ് കിട്ടുന്ന വീഡിയോ കൂടുതൽ മുന്നോട്ട് കയറി പോകും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പുതിയ ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഫീഡ് എത്തും, കൂടുതൽ ആൾക്കാർ കാണാനും സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങൾ, സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, ക്രിറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ന്യൂസുകൾ എന്ത് തന്നെയായാലും അത് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഞാനിങ്ങനെ കേട്ടു സത്യമാണോ എന്നൊക്കെയുള്ള രീതിയിൽ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതരുത്. അത് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ പണിയും. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കേട്ടു അത് സത്യമാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ കൂടെ എഴുതുക. അങ്ങനെയാണെങ്കിൽ അതിനൊരു എന്താ പറയുക, അതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറില്ല. സോ നിങ്ങൾ സേഫ് ആയിരിക്കും. ഓൾറൈറ്റ്, പബ്ലിക് ബേസിൽ നമ്മൾ ഇത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈദ് മുബാറക്ക് നേരുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നാളെ ഹോളിഡേയും കഴിഞ്ഞ് ഇനി വെള്ളിയാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.